നമസ്കാരം. ദി ബോർഡർ ഓഫ് എ മൈൻഡ് എന്ന വെബ്സൈറ്റിലെ അജ്മലിന്റെ രചനകളെക്കുറിച്ചുള്ള നമ്മുടെ ചർച്ചാ പരമ്പരയുടെ പുതിയൊരു ഭാഗത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ വെബ്സൈറ്റ് അറിയാമല്ലോ, അജ്മലിന്റെ ഒരുപാട് കാലത്തെ ഒരു പേഴ്സണൽ പ്രൊജക്റ്റാണ്. അതെ, അദ്ദേഹത്തിന്റെ ചിന്തകള്, പിന്നെ കല, കാഴ്ചകൾ ഒക്കെ പങ്കുവെക്കുന്ന ഒരിടം. ഇന്ന് നമ്മൾ അജ്മലിന്റെ ഒരു പ്രത്യേക ബ്ലോഗ് പോസ്റ്റാണ് നോക്കുന്നത്. സ്വപ്നങ്ങൾ നിങ്ങളുടെ സമയക്രമത്തിലല്ല. ആ പോസ്റ്റ് ഓർക്കുന്നു. ശരിക്കും നമ്മൾ ഒരുപാട് ആഗ്രഹിക്കുന്ന കാര്യങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കേണ്ടി വരുന്നതിലെ ഒരു പിരിമുറുക്കമുണ്ടല്ലോ. അതെ, അതിന്റെ കൂടെ ക്ഷമയുടെ പ്രാധാന്യം, അതാണ് വിഷയം. ശരിയാണ്. നിങ്ങൾ ഓർക്കുന്നുണ്ടോ ഒരു കോളേജ് അഡ്മിഷന് വേണ്ടിയോ അല്ലെങ്കിൽ നല്ലൊരു ജോലിക്ക് വേണ്ടിയോ ഒക്കെ കാത്തിരുന്നത്? പിന്നെ ആർക്കും അങ്ങനത്തെ അനുഭവങ്ങൾ ഇല്ലാത്തത്? ആ ഒരു ഫീലിംഗ് അജ്മൽ അതാണ് ഈ പോസ്റ്റിൽ പറയുന്നത്. എന്റെ സമയം എപ്പോഴാ വരുന്നത്? വളരെ യൂണിവേഴ്സൽ ആയ ഒരു കാര്യമാണ്, എല്ലാവർക്കും തോന്നുന്നെന്ന്. ശരിക്കു പറഞ്ഞാൽ. പക്ഷേ അജ്മൽ ഓർമ്മിപ്പിക്കുന്നത് പോലെ നല്ല കാര്യങ്ങൾക്ക്, ശരിക്കും മൂല്യമുള്ളവയ്ക്ക് സമയമെടുക്കും. അതിനൊരു പ്രോസസ് ഉണ്ട്. പെട്ടെന്ന് കിട്ടുന്നതിനേക്കാൾ ചിലപ്പോൾ ആഴം കൂടുതൽ സാവധാനം കിട്ടുന്നതിനായിരിക്കും. തീർച്ചയായും. അജ്മല് അതിനൊരു ഉപമ പറയുന്നുണ്ട്. എനിക്കത് വളരെ ഇഷ്ടപ്പെട്ടു. അടുപ്പത്ത് വെച്ച് പതുക്കെ വേവുന്ന നല്ലൊരു വീട്ടുഭക്ഷണം പോലെ. ആ സ്ലോ കുക്കിംഗ് ഉപമ. അതെ, നല്ല മണം വരും, കൊതിയാവും. പക്ഷെ തിടുക്കം കൂട്ടി നേരത്തെ ഇറക്കിയാൽ ശരിയാവില്ല. അതിന്റെ തനതായ രുചി കിട്ടില്ല. നിരാശയാവും ഫലം. ജീവിതത്തിലെ ചില ലക്ഷ്യങ്ങളും അങ്ങനെയാണെന്ന് അജ്മൽ പറയുന്നു. അതൊരു വളരെ ശരിയായ നിരീക്ഷണമാണ്. ആ പ്രക്രിയയിൽ വിശ്വസിക്കുക എന്ന ആശയം. അതെ, ഫലത്തിൽ മാത്രം നോക്കിയിരിക്കുമ്പോൾ ആ യാത്രയിലെ ചെറിയ സന്തോഷങ്ങളും പാഠങ്ങളും നമ്മൾ കാണില്ല. ശരിയാണ്. അജ്മൽ ആ പോസ്റ്റിന് അനുഭവങ്ങൾ, പ്രചോദനം എന്നൊക്കെ ടാഗ് കൊടുത്തത് ഒരുപക്ഷെ അതുകൊണ്ടായിരിക്കാം. പക്ഷെ ഇവിടെ ഒരു ചോദ്യമുണ്ട്. എപ്പോഴാണ് ഈ ക്ഷമ വേണ്ടത്? എപ്പോഴാണ് നമ്മൾ കുറച്ചുകൂടി ആക്റ്റീവ് ആകേണ്ടത്? അതിന്റെ ഒരു ബാലൻസ്. അതൊരു നല്ല പോയിന്റാണ്. ഒരുപക്ഷെ അജ്മൽ അതിന് ഉത്തരമായി പറയുന്നത് ഇങ്ങനെയാവാം: കാത്തിരിപ്പ് വല്ലാതെ ഭാരമാകുമ്പോൾ ഒന്ന് നിർത്തുക, ഒരു ദീർഘശ്വാസം എടുക്കുക. എന്നിട്ട് നമ്മൾ ഇത്രയും കാലം കൊണ്ട് എവിടെ എത്തി എന്ന് നോക്കുക. ഒരു സെൽഫ് റിഫ്ലക്ഷൻ പോലെ. അതെ. അപ്പൊ ചിലപ്പോ ആ കാത്തിരിപ്പിനൊരു അർത്ഥം തോന്നും. അദ്ദേഹത്തിന്റെ പ്രധാന മെസ്സേജ് എന്താന്ന് വെച്ചാൽ, നിങ്ങളുടെ സ്വപ്നങ്ങൾ വരും, ഉറപ്പായും വരും. പക്ഷേ നിങ്ങളെ ഷെഡ്യൂളിൽ ആവില്ല. ചിലപ്പോ നമുക്ക് ഏറ്റവും നല്ലത് എപ്പോഴാണോ ആ സമയത്തായിരിക്കും. പിന്നെ സത്യസന്ധത പുലർത്തുക, ഒരു തുറന്ന ഹൃദയം സൂക്ഷിക്കുക എന്നതാണ്. അത് വളരെ പ്രധാനപ്പെട്ടതാണ്. കാരണം ഫലം നമ്മുടെ കയ്യിലല്ല. പക്ഷേ ആ കാത്തിരിപ്പിന്റെ സമയത്ത് നമ്മുടെ ആറ്റിറ്റ്യൂഡ്, നമ്മുടെ പരിശ്രമം, ആത്മാർത്ഥത, അതൊക്കെ നമുക്ക് നിയന്ത്രിക്കാം. ശരിയാണ്. ഒരു പക്ഷേ ആ തുറന്ന സമീപനവും സത്യസന്ധതയുമാണ് അവസാനം നമ്മളെ ലക്ഷ്യത്തിലെത്തിക്കുന്നത്. അല്ലെങ്കിൽ ആ കാത്തിരിപ്പ് കാലം കുറച്ചുകൂടി പോസിറ്റീവ് ആക്കുന്നത്. അതെ. അപ്പോ അജ്മലിന്റെ ഈ ചിന്തകളിൽ നിന്ന് നമുക്ക് കിട്ടുന്ന പ്രധാന കാര്യങ്ങൾ ഇതൊക്കെയാണ്: ക്ഷമ, വിശ്വാസം, പിന്നെ ആ യാത്രയെ വിലമതിക്കൽ. ശരിയാണ്. ദ ബോർഡർ ഓഫ് എ മൈൻഡ് അദ്ദേഹത്തിന്റെ ചിന്തകൾ വളരെ ആഴമുള്ളതാണ്. തീർച്ചയായും. ഇത് കേൾക്കുന്ന നിങ്ങളും ഒന്ന് ആലോചിച്ചു നോക്കൂ. നിങ്ങളുടെ ജീവിതത്തിലെ കാത്തിരിപ്പുകൾ, അജ്മൽ പറയുന്ന ഈ ഒരു കാഴ്ചപ്പാട്, കാര്യങ്ങൾ അതിന്റെ സമയത്ത് നടക്കുമെന്നത്, അത് സ്വീകരിക്കുന്നത് നിങ്ങളുടെ ഇപ്പോഴത്തെ അല്ലെങ്കിൽ വരാനിരിക്കുന്ന കാത്തിരിപ്പ് കാലഘട്ടങ്ങളെ കുറച്ചുകൂടി സമാധാനത്തോടെ കാണാൻ സഹായിക്കുമോ? നല്ലൊരു ചോദ്യമാണ്, ചിന്തിക്കേണ്ടൊന്ന്. അതോ ചിലപ്പോ ആ സമയക്രമത്തെ ചോദ്യം ചെയ്യേണ്ട ആവശ്യമുണ്ടോ? അതും പ്രസക്തമാണ്. എന്തായാലും അജ്മലിന്റെ കൂടുതൽ എഴുത്തുകൾ, അദ്ദേഹത്തിന്റെ ആർട്ട് വർക്കുകൾ, ഫോട്ടോകളൊക്കെ കാണാനും വായിക്കാനും ദ ബോർഡർ ഓഫ് എ മൈൻഡ് സന്ദർശിക്കുന്നത് നന്നായിരിക്കും. തീർച്ചയായും. അവിടെ ഇതുപോലുള്ള വിഷയങ്ങളെക്കുറിച്ചുള്ള പോഡ്കാസ്റ്റുകളും ഉണ്ടെന്ന് ഓർക്കുന്നു. അതെ, അതും ലഭ്യമാണ്. അപ്പോൾ അജ്മലിന്റെ സൃഷ്ടികളെക്കുറിച്ചുള്ള നമ്മുടെ ഈ ചർച്ചാ പരമ്പരയിലെ അടുത്ത ഭാഗത്തിനായി കാത്തിരിക്കുന്നു. നന്ദി.